ചേട്ടന് ഏതെങ്കിലും ടൈമിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ വരണ്ടായിരുന്നു? ഞാൻ എന്നെ അറിയപ്പെടുന്നതും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും ഇത് മാത്രം കൊണ്ടാണ്. ഞാൻ പ്രൗഡ്ലി ഞാൻ പറയും ഐ എം എ ഡിസേബിൾഡ് പേഴ്സൺ. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അപ്പൊ വേദനിച്ച ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വേദനിച്ച തീർച്ചയായിട്ടും ഒരുപാട്. സൂയിസൈഡിനെ കുറിച്ച് ഞാൻ ഇതിനും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ വരെ ചിന്തിച്ച വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ബേസ് ചെയ്ത് എനിക്ക് മാത്രം അനുഭവിച്ച എൻ്റെ മാത്രം വിഷമമാണ്. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ തുടരും. സെൻറ്റിമെൻ്റൽ അപ്രോച്ചായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രം. ഇന്നലെ കൂടെ ഒരു കമൻറ്റ് വന്നു, മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്, കാല് കാണിച്ച റീസൺ. ബ്ലോഗ് ചെയ്യട്ടെ, റീൽ ചെയ്യട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് എന്നിലൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. ഏറെക്കുറെ എന്നിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് ഞാൻ മേ ബി കണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളായില്ല? ആർക്ക് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ചേട്ടന് പ്രശ്നം കാണും, ചിലപ്പോൾ ചേച്ചിക്ക് പ്രശ്നം കാണും. ഇതിന് നാട്ടുകാർക്ക് എന്താ ഇഷ്യൂ? ഇപ്പോഴും പർപ്പസ്ഫുള്ളി നമ്മളെ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി വന്നിട്ട് എനിക്കൊരു ഡോക്ടറിനെ അറിയാം, അത് സ്നേഹം കൊണ്ട് പറയണല്ല. ദൈവം തരുന്നതാണ് ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തരുന്നില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ചേച്ചിക്ക് സെന്റിമെന്റ്സ് കൊണ്ടാണ് ചേട്ടനെ കല്യാണം കഴിച്ചത്. ഇപ്പം നമുക്കൊരു സെന്റിമെന്റൽ ഒരാൾക്ക് ഒരു വയ്യായി ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴാ ആൾക്ക് വയ്യായിക നമുക്ക് തോന്നും, അല്ലെങ്കിൽ പുള്ളിക്കാണെങ്കിലും തോന്നും. എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ കണ്ടു തന്നോട്ടോ പുള്ളി എനിക്കിന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടന്റെ വീട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ? എന്താ പറയാ, കാര്യം എൻ്റെ ഭാഗം ക്ലിയർ അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. വീട്ടുകാർക്കെല്ലാം ഒരു റിജക്ഷൻ തന്നെയാണ്, ഈ സൈഡിൽ നിന്നായാലും ആ സൈഡിൽ നിന്നായാലും. ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഡാൻസിലാണെങ്കിലും ഒന്നിലും എത്തിപ്പെടാതിരുന്നതെന്ന് പറയും. രക്ഷപ്പെടാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി വീട്ടുകാരൊക്കെ റിജക്റ്റ് ചെയ്യുമല്ലോ. ചേച്ചി ചേട്ടന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോൾ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവരും, കാരണം പുള്ളിക്ക് ജോലി ആയിട്ടില്ല, അപ്പം ആ ടൈമിലാണ് വിളിച്ചുവിടേണ്ടി വന്നത്. കാര്യം ഞങ്ങൾക്ക് ജനിച്ച കാലം മുതൽ വീടില്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇല്ല, അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. എനിക്കിപ്പോഴും എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് കിടപ്പുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഈ ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞ് ജനിച്ച് വീഴുന്നത് നമ്മൾ ജനിച്ച് വീണ സിറ്റുവേഷൻസിലാവരുത്. പിന്നെ നമ്മളെപ്പോൾ ഉള്ളവരൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്ന സിനിമ അഭിനയിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇവരെപ്പോൾ ഉള്ളൊരു 4-5 പേര് നമ്മളെപ്പോൾ ഉള്ള അവർക്ക് തോന്നിയാൽ മതിയല്ലോ കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ട് അവരെ കണ്ടിട്ട്, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഈ വയനാട് ഈ ദുരന്തം നടന്നു, ഇത്രയും വലിയ ഇഷ്യൂസ് നടന്നു. ഏത് ദൈവം? ഈ ഡൽഹിയിൽ റേപ്പ് കേസ് നടന്നു. ഒരു യുവന്മാരെല്ലാം കൂടെ 9 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടിയെ പീഡിപ്പിച്ചു വന്നു. എന്താ മുസ്ലിം ആയതുകൊണ്ടാണോ ഈ പറഞ്ഞ ഈ ദൈവം ഇറങ്ങി വന്ന് രക്ഷിക്കാത്തത്? ഒരുപാട് കളിയാക്കലുകൾ കാലിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമൊക്കെ ഓർത്തിരിക്കുമായിരുന്നു, ഇപ്പോൾ അതിന് തീരെ ടൈമില്ല. എല്ലാവരും ചോദിക്കും അത് നിങ്ങൾ സെന്റിമെന്റലിൽ പിടിച്ചതല്ലേ, അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയല്ല, ഒരിക്കലും എനിക്കങ്ങനെ ഒരു കുറവ് തോന്നിയിട്ടില്ല. നമ്മൾ നോർമലി എങ്ങനെയാ ഒരാളെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഒരു കുറവായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നില്ല, ഇനി ലൈഫിലും തോന്നാനും പോകുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലിം. ഹേറ്റേഴ്സ് ഇല്ലാത്ത കപ്പിൾസ് ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കപ്പിൾസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. അഭിലാഷൻ ശ്രീകുട്ടി. അപ്പൊ ഈ അഭിലാഷൻ ശ്രീകുട്ടിയാണ് അഭിശ്രീ ആയത് അല്ലേ? എങ്ങനെയാണ് ഈ പേരിലേക്ക് നിങ്ങൾ എത്തിയത്? പേരിലേക്ക് എത്തിയത് ആദ്യം ലവ് ആൻഡ് ഓൺലി എന്നായിരുന്നു. ലവ് ആൻഡ് ലവ് ഓൺലി എന്നായിരുന്നു പേര്. പിന്നെ ഈ ഹേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നില്ലേ, ഹേറ്റേഴ്സ് മാത്രമുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ എന്നല്ല, ഒരു ഇൻസിഡന്റിൽ കൂടെ ഞങ്ങൾക്ക് ഹേറ്റേഴ്സ് മാത്രമായതാണ്. പിന്നീട് അതിൽ നിന്ന് ഇപ്പോൾ ഒരു 3-3.5 വർഷമായിട്ട് വളരെ 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 കഷ്ടപ്പെട്ട് ഒരു ഫോൺ പൊട്ടിക്കുന്ന ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു. ഒരു ഐഫോൺ പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഭാഗ്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് പ്രാങ്ക് അല്ല, ആക്ച്വലി അതൊരു പ്ലാൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടതാ. പക്ഷെ അത് ഭയങ്കര
നെഗറ്റീവായി പോയി. നെഗറ്റീവായി. ഭയങ്കര ഹൈ ലെവലിൽ നെഗറ്റീവായി പോയി. അപ്പൊ ആദ്യം അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മള് എയറിലൊക്കെ ആയിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ല യൂട്യൂബിൽ തന്നെ കുറെ കാലത്തിന് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്ത് ഇത്രയും ഒരു കപ്പിൾസ് ഒക്കെ എയറിലാവുന്നു. അതിൽ എന്നേക്കാളും കൂടുതൽ അല്ല എനിക്ക് തന്നെയായിരുന്നു കൂടുതൽ. എങ്ങനെ ഉണ്ടായിരുന്നു എയറിൽ എക്സ്പീരിയൻസ്? ഇല്ല അതിനുശേഷം നമുക്ക് ആ ടൈമിൽ നമ്മൾ ഡൗൺ ആയിരുന്നു, നമ്മൾ വീഡിയോ ഇടല് നിർത്തി, എല്ലാം നിർത്തി. അതായത് ടോക്സിക് കപ്പിൾസ് എന്നൊക്കെ ആക്കി കലിപ്പനും കാന്താരിയും ആ ഒരു സെറ്റപ്പിലേക്ക് കലിപ്പന്റെ കാന്താരി അങ്ങനെയൊക്കെ വരെ വന്നു. പിന്നെ നൈസായിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു കാലമല്ലേ, എല്ലാ ധീരനും മായ്ക്കാനും എന്തോ സാധനം എന്റെ സംഭവം മനസ്സിലായില്ലേ? സംഭവം. പിന്നെ അങ്ങനെ വീഡിയോസ് പിന്നെ വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ തന്നെ വിചാരിച്ചു ആ പേര് വേണ്ട, ലവ് ആൻഡ് പുള്ളി ഒരു എന്തോ ഒരു അത് മാറ്റി നമ്മൾ എന്താണ് അതുപോലെ അങ്ങനെ പേര് മാറ്റിയതാണ്. അഭിലാഷിന്റെ ഇപ്പൊ പിന്നെ അതെ അതെ ശ്രീയും. അപ്പൊ ഇപ്പോ ഒരുപാട് ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക്, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോഴെന്താ ഫീൽ ചെയ്യുന്നേ? സന്തോഷം, അത്രേ ഉള്ളൂ. കാര്യം ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആണ് എന്തെങ്കിലുമൊക്കെ നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ സീരിയലിൽ അഭിനയിക്കാൻ പറ്റി, മൂവിയിൽ അഭിനയിക്കാൻ പറ്റി ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ സന്തോഷമുണ്ട്. കാര്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഒപ്പീനിയൻസ്, അവരുടെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ നല്ലതാണ്. കാര്യം നമുക്കത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ. വളരെ ചുരുക്കം പേർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൈറലാവും, ആൾക്കാർ തിരിച്ചറിയും എന്നൊക്കെ? ടിക്ടോക്ക് മുതലേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒക്കെ കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ അഭിനയത്തിലോട്ടൊക്കെ നമ്മൾ എത്തുമെന്നൊന്നും വിചാരിച്ചില്ല. കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ ഒരുപാട് ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പണ്ട് മൂവി ഓഡീഷൻസ് അത് നമുക്ക് അവർ അപ്പോഴൊക്കെ ഒരു റിജക്ഷനാണ് നമുക്ക് എല്ലായിടത്തും നിന്നും കിട്ടുന്നത്, അറിയാമല്ലോ. കാര്യം അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടി വിട്ടതാണ്, ആക്ടിങ് പറയുന്ന സംഭവമൊക്കെ വിട്ടതാണ്. പക്ഷെ പിന്നെ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോകും, ഏട്ടന് പറ്റാത്തതുകൊണ്ട് ഓഡീഷൻസിനൊക്കെ കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. പിന്നെ അഭിനയിക്കണമെന്നുള്ള ഇത് പിന്നെ മനസ്സിൽ നിന്ന് വിട്ടതാണ്. വിട്ടതിന് ശേഷമാണ് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് അതും ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് ഒരുപാട് സി കേരളം ഒരു പ്രോജക്റ്റിൽ പിന്നെ ഏഷ്യാനെറ്റ് പിന്നെ അതിൽ നിന്നാണ് പിന്നെ മൂവിയിലേക്ക് വിളി വന്നത്. അപ്പൊ അഭിനയമായിരുന്നു ആദ്യത്തെ മോഹം. ഓക്കെ, അതിനുശേഷമാണ് യൂട്യൂബിലേക്ക് വ്ലോഗ്സ് ഒക്കെ ആയി മാറിയത്. ആക്ച്വലി ഡാൻസർ ആണ് ഞാൻ. ആക്ച്വലി ഒരുപാട് വർഷം ഡാൻസ് റിലേറ്റഡ് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോസ് ഞങ്ങൾ കാണുന്നതും ഡാൻസിന്റെ ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഡാൻസ് റിലേറ്റഡ് ആയിട്ടാണ് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഇടയ്ക്ക് എപ്പോഴോ കണ്ടന്റ്സിലേക്ക് തിരിഞ്ഞു. അപ്പോഴും നമുക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യണോ ഇത്. കാര്യം നമ്മൾ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ടെക്നിക്കൽ വശം അറിയാത്തത് കാരണം പിന്നെ ചെറുതായിട്ടൊക്കെ ചെയ്തു പോകും. പിന്നെ സീരിയലിലൊക്കെ ഇപ്പം അഭിനയിച്ചപ്പോഴത്തേക്ക് നമുക്ക് സജഷൻ ഷോർട്സ് നമ്മുടെ ക്ലോസ് ഷോർട്സ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ചും കൂടെ എടുക്കുന്ന വീഡിയോസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ടെക്നിക്കൽ വശം കൂടെ കുറച്ച് ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി. കൂടുതൽ അറിയില്ല, കുറച്ച് ഭാഗം നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെ കണ്ടന്റ്സ് റിലേറ്റഡ് ഇപ്പൊ എടുക്കുന്ന വീഡിയോസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ക്യാമറ ക്വാളിറ്റി കുറവായിരിക്കാം, പക്ഷെ കണ്ടന്റ്സിന്റെ ക്വാളിറ്റി കൂടുതൽ നമ്മൾ കാര്യം ഫാമിലി ആയിട്ട് ഐഡിയാസ് ഒക്കെ കണ്ടന്റ് ഒക്കെ ആരുടെ മൈൻഡാണ് ഇടയ്ക്ക് ഞാൻ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇവള് എഡിറ്റിംഗ് ഒക്കെ രണ്ടുപേരും കൂടെ ചേർന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് ഒക്കെ ഇവളാണ് കുറച്ചും കൂടെ ബെറ്റർ. കാര്യം ഞാൻ ഈ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ പരിപാടിയായിട്ട് ബാക്കായിരുന്നു, ഒന്നും ചെയ്യാതെ. കാര്യം ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങ് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവളായിരുന്നു. അപ്പോൾ ഇവൾ ഈ ഒരു ഗ്യാപ്പിൽ ഇവൾ അത്യാവശ്യം എല്ലാം പഠിച്ചു. അതെ അതെ അതെ. ഞാൻ എപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ സീരിയൽ പ്ലസ് ഇതിന്റെ ഇതും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ മുമ്പ് ഒരുപാട് ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു ഓഡീഷന് പോകുന്നു, നമ്മളുടെ ഒരു കുറവ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. പ്രേതം 2 എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. അപ്പോൾ അതിൽ എറണാകുളത്ത് വെച്ചിട്ടൊരു തിയേറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു ഷൂട്ട് നടന്നു. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം ഞാനിത് ഈ അന്നത്തെ ഇതിപ്പോൾ സിനിമയെ മോഹിച്ച് കിടക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഡയലോഗ് ഡെലിവറി കിട്ടി, ഡയലോഗ് പ്രസൻറ്റ് ചെയ്തു. അപ്പം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിനിമയിലെടുത്ത് ഇനി നാളെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വലിയ സംഭവമാണ്, നാളെ നമ്മൾ താരം എന്നൊക്കെ വിചാരിച്ചിട്ട് ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞു, എൻ്റെ കുറേ അറിയാവുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് ശേഷം മൂവി റിലീസ് ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പിന്നെ
എൻ്റെ പോർഷൻ ഇല്ല, കാര്യം നമ്മളൊന്നും ആരും അല്ലല്ലോ, കട്ട് ചെയ്ത് കളയുന്നത് നോർമലാണ്. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഉൾപ്പെടെ തന്നെ എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഞാൻ ഈ സിനിമ ഓഡീഷൻസ് ഒക്കെ വിട്ടത്. നമുക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമ്മളെ തേടി വരുമല്ലോ. പിന്നെ മെയിൻലി ഈ കാലിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അത് കാരണം ക്യാരക്ടർ എല്ലാവരും ഓഡീഷൻ പോകുമ്പോൾ തന്നെ പറയുന്നത് ഇതിന് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് നമുക്കൊരു പ്ലസ് ആയിട്ട്, അതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. എപ്പോഴും എല്ലാവരും ചോദിക്കും സോഷ്യൽ മീഡിയ ആണോ ഇഷ്ടം, ആക്ടിങ് ഫീൽഡാണോ ഇഷ്ടമെന്ന് ചോദിക്കും. ഞാൻ ഓപ്പണായിട്ട് ഇപ്പോൾ എൻ്റെ നിലനിൽപ്പിന് അല്ലെ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, സോഷ്യൽ മീഡിയ ആണ് ഞങ്ങളെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ളത്. അതിൽ നമ്മളാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ. അത് സ്വന്തമായിട്ടൊരു ക്രിയേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ അത് ആളുകളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും കിട്ടുന്നത് നമുക്ക് വളരെ നല്ലതായിട്ട് എടുക്കാം. ഇപ്പോ ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഒരുപാട് കളിയാക്കലുകൾ കാലിന്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ ഏറ്റവും മനസ്സിൽ കൊണ്ടൊരു കളിയാക്കല് അല്ലെങ്കിൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കളിയാക്കൽ എന്തായിരിക്കും? കളിയാക്കൽ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം ആദ്യമൊക്കെ ഓർത്തിരിക്കുമായിരുന്നു, അത് സത്യമാണ്. പക്ഷെ ഇപ്പൊ അതിന് തീരെ ടൈമില്ല. ഒന്നാമത്തെ കാര്യം ഇതിന് വേണ്ടിയിട്ട് ഇന്നലെ കൂടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കമന്റ് വന്നു, ഞങ്ങളെ പിന്നെ കമന്റ് ഇതിന് വന്ന് നിങ്ങളുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്റിമെന്റൽ അപ്രോച്ചാണ്, കാല് കാണിച്ചറിയത്. ഞാൻ എന്നുള്ളൊരു വ്യക്തി ബ്ലോഗ് ചെയ്യട്ടെ റീൽ ചെയ്യട്ടെ എന്തോ ആയിക്കോട്ടെ, അത് എന്നിലൂടെ പ്രസന്റ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സണാണ്. എൻ്റെ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് റീൽസിലൂടെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്, ഏറെക്കുറെ എന്നിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് ഞാൻ മേ ബി കണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ഒരു പെൺകുട്ടി തേക്കുന്നൊരു ഇത് വന്നു. എൻ്റെ +2 ലൈഫിൽ ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ കാലിനെ ചൊല്ലി ഇങ്ങനൊരു പയ്യനെ എന്നോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോയൊരു പെൺകുട്ടി, അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ബേസ് ചെയ്ത് എനിക്ക് മാത്രം അനുഭവിച്ച എൻ്റെ മാത്രം വിഷമമാണ്. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ തുടരും. അതിനകത്ത് സെന്റിമെന്റൽ അപ്രോച്ച് ആയിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും സെന്റിമെന്റ്സ് ആണോ കൂടുതലായിട്ട് കിട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ എന്തോ ഒരു നെഗറ്റീവ്, ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നില്ല ആരും. നമ്മൾ സെന്റിമെന്റൽ അപ്രോച്ച് ചെയ്യുന്നത് മാത്രമേ ആൾക്കാർ അതിൽ ശ്രദ്ധിക്കൂ. അതെ, ഞാൻ കൂടുതലും ചെയ്യുന്നത് ഞാൻ ക്യാരക്ടർ എന്താണ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അതിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ആണെങ്കിലും റീലാണെങ്കിലും നമ്മൾ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ക്യാരക്ടർ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിന് വേണ്ടി ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴേക്ക് നെഗറ്റീവും ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട്. ഡിഫറെന്റ് ആയിട്ട് പല ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് ആളുകൾ എടുത്തിട്ട് ഇത് മാത്രമേ കാണുള്ളൂ സെന്റിമെന്റിൽ നമ്മൾ കാല് കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അത് തീരെ അത് പർപ്പസ്ഫുള്ളി അവർ കമന്റ് ഇടുന്നവരുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. സ്ഥിരം വന്നിട്ട് ഫേക്ക് ഐഡി, അത് ഒറിജിനൽ ഐഡി എന്നൊന്നും ആരും ചെയ്യില്ല. അതാണ് ഈ പർപ്പസ്ഫുള്ളി നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമന്റ്. പക്ഷെ അവർക്കറിയില്ല നമ്മൾ വേദനിക്കില്ല എന്നുള്ള കാര്യം. ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞു, വേദനയുടെ കഴിഞ്ഞു എന്നുള്ള കാര്യം. വേദനിച്ച ഒരുപാട് നാളുകളൊക്കെ ഉണ്ടായിരുന്നു. വേദനിച്ചു തീർച്ചയായിട്ടും ഒരുപാട്. അത് ഇവളെ മാരേജ് ചെയ്യുന്ന ടൈമിലാണ്. അതിനുശേഷം പിന്നെ അങ്ങനത്തെ വേദനിക്കാൻ മാത്രമായിട്ടുള്ള ഇൻസിഡൻസ്. അതുപോലെ ഞാൻ കണ്ടൊരു കമന്റ് ആണ്, ചേച്ചിക്ക് സെന്റിമെന്റ്സ് കൊണ്ടാണ് ചേട്ടനെ കല്യാണം കഴിച്ചത്. ഒരിക്കലും അല്ല. ഇപ്പൊ നമുക്കൊരു സെന്റിമെന്റൽ ഒരാൾക്ക് ഒരു വയ്യായി ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അയ്യോ അതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴാ ആൾക്ക് വയ്യായിക നമുക്ക് തോന്നും, അല്ലെങ്കിൽ പുള്ളിക്കാണെങ്കിലും തോന്നും. എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ കണ്ടു തന്നോട്ടോ പുള്ളി എനിക്ക് ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. സോ അപ്പോൾ ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളത് ലവ് മാരേജ് ആയിരുന്നില്ലേ? അപ്പോഴും വീട്ടിൽ നിന്ന് ഒരുപാട് റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവാം. ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിനെയൊക്കെ തരണം ചെയ്തതും നിങ്ങൾ ചേരാനായിട്ടുള്ള ഒരു വഴി ഒരുക്കിയതും ഒക്കെ? എൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അലമ്പി, അതായത് ഡാൻസും ചെയ്ത് ഇങ്ങനെ നടന്നിരുന്നുള്ളൊരു പയ്യനാണ്. അലമ്പി എന്ന് പറയത്തില്ല, എന്നാലും അത്യാവശ്യം പയ്യന്മാരെ അടിച്ചു പൊളിച്ച വൈബൊക്കെ അടിച്ചപ്പോൾ ഈ ഒരു പ്രണയം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് റിലേഷനിലേക്കൊന്നും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സ്റ്റേജിൽ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആള് ഹോസ്റ്റലിലായി. ഈ റിലേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുടെ ഭാഗത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് കാണാതായി, സംസാരിക്കാതായി, വിളിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ
സ്പെൻഡ് ചെയ്യുന്ന സമയം ക്രിക്കറ്റ് കളി. എനിക്ക് ക്രിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്ത് വന്നാലും ഇനി ആരെങ്കിലും പിന്നെ വയ്യാതെ കിടന്നു എന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ല. അത്രയും പ്രാന്താണ്. അതിൻ്റെ ഇടയിലേ വിളിക്കുള്ളൂ. ആൾക്ക് സമയം കിട്ടുന്ന സമയം അതായിരിക്കും. ആ വിളിക്കുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും പറയും ഞാൻ കളിച്ചോണ്ടിരിക്കുക വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്ത് ഇഷ്യൂസിന്റെ ഒക്കെ ഇടയിൽ ടൈം കിട്ടുമ്പോ വിളിക്കുന്നതാ. അപ്പൊ ഭയങ്കര റിജക്ഷൻ അല്ലെ, ഒരുമാതിരി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഹോസ്റ്റലിൽ പോയപ്പോ ഞാൻ വിചാരിച്ചു ഇനി വിളിക്കണ്ട, നമ്മളെ വേണ്ട, പിന്നെ നമുക്കെന്തിനാ. പക്ഷെ ഈ സമയമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കംപ്ലീറ്റ് കാര്യം, നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം, അതും എപ്പോഴും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷം വിളിക്കാതായപ്പോഴത്തേക്ക് കിളി പോയി. അങ്ങനെ ഒരു ദിവസം അവളുടെ ഹോസ്റ്റലിന്റെ മുമ്പിലേക്ക് അങ്ങ് പോയി. പിന്നെ കണ്ടു, പിന്നെ വീണ്ടും സ്ട്രോങ് ആയി. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോ ചേട്ടന്റെ വീട്ടുകാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു നിങ്ങളുടെ? എനിക്ക് ഈ പറയുന്ന പോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. എൻ്റെ വീട്ടുകാർക്കായിക്കോട്ടെ ഇവളുടെ വീട്ടുകാർക്കായിക്കോട്ടെ ഈ ഡാൻസ് പ്രൊഫഷൻ കാര്യം നേരെ എൻജോയ് ചെയ്യാനുള്ള ഒരു ജോലിയല്ല എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, വീട്ടുകാർക്കെല്ലാം ഒരു റിജക്ഷൻ തന്നെയാണ്, ഈ സൈഡിൽ നിന്നായാലും ആ സൈഡിൽ നിന്നായാലും. കാര്യം എൻ്റെ ഭാഗം ക്ലിയർ അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അതിന് വേറെ ഇല്ല, അതാണ് മെയിൻ കാര്യം. അറിയാവുന്ന ഡാൻസ് മാത്രമേ ഉള്ളൂ, പിന്നെ ക്രിക്കറ്റ് അറിയാം, അത്രേ ഉള്ളൂ. ക്രിക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഡാൻസിലാണെങ്കിലും ഒന്നിലും എത്തിപ്പെടാതിരുന്നതെന്ന് പറയാം. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കഴിവ് കാണിക്കാം. റവന്യൂ വേറെ സൈഡ്, കഴിവ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാം. അന്നെന്ന് പറഞ്ഞാൽ ഡാൻസിലാണെങ്കിലും ഒരു റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, ക്രിക്കറ്റിലാണെങ്കിലും ഞാൻ സ്റ്റേറ്റിലൊക്കെ സെലക്ഷന് മുമ്പ് ഈ ഒരൊറ്റ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാൻസുമായിട്ട് നോർമലുള്ളവർ നടക്കുന്നത് തന്നെ എങ്ങും എത്താതെ പോകുന്നു. വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഡാൻസ് ഫീൽഡിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വലിയ റീച്ചിലെത്തിയിട്ടുള്ള റംസാനെ പോലുള്ളവർ. അല്ലാതെ വളരെ ചുരുക്കം പേരല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു രക്ഷപ്പെടാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി വീട്ടുകാരൊക്കെ റിജക്റ്റ് ചെയ്യുമല്ലോ. ആ ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ ഫാമിലി ആണെങ്കിലും. ചേച്ചി ചേട്ടന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോൾ അവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവർ ഫസ്റ്റ് ടൈം അവരെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീട് അവർ കുറ്റം പറയാൻ പറ്റില്ല, നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവരും, കാരണം പുള്ളിക്ക് ജോലി ആയിട്ടില്ല, ആ ഒരു ഇത് വെച്ചിട്ട് റിജക്റ്റ് ചെയ്തു രണ്ടാമത്. അപ്പം ആ ടൈമിലാണ് വിളിച്ചോടേണ്ടി വന്നത്. അപ്പോൾ ചേച്ചി ഈ പ്രപ്പോസൽ വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടുകാർക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ലേ? മീൻസ് ഇപ്പോൾ ചേട്ടനൊരു കുറവുണ്ട് അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും കാലിൻ്റെ പേര് പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഫാമിലി വേറെ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ അച്ഛൻ, അമ്മ, ചാട്ടൻ, വൈഫ് അവരാരും അങ്ങനെ കാലിനെ ഫോക്കസ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് അവരൊക്കെ ഓക്കെ ആയിരുന്നു. ആൻഡ് സെക്കൻഡ്, പൊതുവെ എല്ലാവർക്കും മക്കളെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നായിരിക്കുമല്ലോ. അപ്പം അവരെ കുറ്റം പറയല്ല, അവർ പിന്നീട് മാറി, നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവർ മാറി. അപ്പം നമ്മൾ സ്ട്രോങ് ആയിപ്പോയി. അപ്പം ഒളിച്ചോടേണ്ടി വന്നു. ഈ ഒളിച്ചോടി എവിടെ പോയത്? ഒളിച്ചോടി പത്തനംതിട്ട പോയിട്ട് അവിടെ നിന്ന് തൃശ്ശൂർ, പത്തനംതിട്ട അമ്മാവൻ്റെ ഒക്കെ വീട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ തൃശ്ശൂർ എൻ്റെ അനിയത്തിനെ മാരേജ് ചെയ്തിരിക്കുന്ന അവിടെ. അപ്പോൾ അവിടെ ഒരു കോഴിക്കടയിൽ ഇറച്ചി വെട്ടുന്ന പരിപാടിയൊക്കെ ആയിട്ട് കയറി. എന്തെങ്കിലും പൈസ വേണ്ടേ, അങ്ങനെ മാരേജ് കഴിഞ്ഞു. മാരേജിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. പിന്നെ അതിന് ശേഷം പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ്, കല്യാണത്തിന് ശേഷം അങ്ങനെ ഫിനാൻസ്, അങ്ങനെ എല്ലാ പരിപാടിക്കും പോയി. എല്ലായിടവും നമുക്ക് എപ്പോഴും റിജക്ഷൻ വരുന്ന കാലിൻ്റെ പറഞ്ഞിട്ട് അയ്യോ വയ്യാത്തല്ലേ എടുക്കില്ല, അങ്ങനെ ഒരു പറയും. നമുക്ക് എന്ത് തോന്നും, എല്ലാവരും എവിടെ നോക്കിയാലും ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടെ മനസ്സിലായില്ലേ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് നോക്കി. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഈ വീഡിയോസ്, കാര്യം ഡാൻസ് അങ്ങനെ വിട്ട് കളയണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റാത്ത രണ്ട് സാധനമാണ് ഡാൻസും ക്രിക്കറ്റും. ഇത് രണ്ടും ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവളെ വെച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ അവള് ആയി എല്ലാ മെയിൻ സംഭവം. ഇടയ്ക്കായി ഞാൻ ഡാൻസ് മെയിൻ. അപ്പോൾ വീട്ടുകാർ എപ്പോഴും അക്സെപ്റ്റ് ചെയ്തത് നിങ്ങൾ ഒളിച്ചോടി പോയി കഴിഞ്ഞു? മാരേജ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും. ഈ ചേട്ടൻ ഡാൻസ് മുമ്പേ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എങ്ങനെ പഠിച്ചെടുത്തത്? ചേട്ടൻ കൂടെ കൂടിയിട്ട് പഠിച്ചതാണോ? കൂടെ കൂടിയിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നെ പഠിപ്പിച്ചത്. പക്ഷെ രണ്ടുപേരും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ്. അതെന്താ സംഭവം എന്നറിയാം. അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രണ്ടും പ്രൊഫഷണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് തോന്നും. അല്ലെന്നുണ്ടെങ്കിൽ അറിയാത്ത രണ്ടുപേരും ഒരുപോലെ കളിക്കുമ്പോൾ അതും പ്രൊഫഷണൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുന്നത് മിക്കതും
പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഡാൻസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, രണ്ടുപേരും എക്സ്പ്രസ് ചെയ്താണ് കളിക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ കൂടുതൽ ചെയ്യും. പക്ഷേ എനിക്കും തോന്നുന്നതാണ് കാര്യം, ഡാൻസിൽ പെർഫെക്ഷൻ എനിക്ക് പലപ്പോഴും നമ്മുടെ അത്ര വലിയ പെർഫെക്ഷൻ ആയിട്ട് തോന്നില്ല. പക്ഷേ ഫേഷ്യൽ എക്സ്പ്രഷൻ രണ്ടുപേരും കീപ്പ് ചെയ്താണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊടുത്താൽ മാത്രമേ ഡാൻസ് ആവുള്ളൂ. അല്ല ചുമ്മാ കൈയും കാലും ഇട്ടാനൊക്കെയിട്ട് മാത്രം ഡാൻസ് ആവില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്ലിപ്പൊക്കെ ആയിരുന്നു കൂടുതൽ. അതൊക്കെ എങ്ങനെയാ ചെയ്യാനായിട്ട് പഠിച്ചത്? ആക്ച്വലി നമ്മള് പഠിച്ചു, ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. ആക്ച്വലി ആ ടൈമിലൊന്നും ഇതൊന്നും ആരും ചെയ്യത്തില്ല, ലിഫ്റ്റൊന്നും ആരും അങ്ങനെ അധികം ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി പഠിച്ച് ചെയ്തതാണ്. ഒരുപാട് പ്രാക്ടീസ് ഒക്കെ നല്ല വൈറലായി അല്ലേ? അപ്പോഴും കമന്റ്സിലൊക്കെ ചേട്ടാ ടേക്ക് കെയർ, ചെയ്യുമ്പോ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കതൊന്നും മൈൻഡ് ഇല്ല. ഇല്ല ഇല്ല, നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് വരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഞാൻ ഡിസേബിലിറ്റി ക്രിക്കറ്റിന്റെ ഇപ്പോൾ 1-2 ഫെബ്രുവരി 1-2 വന്നിട്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് ആയാൽ അത് മതി, അല്ല വേറെ ഒന്നും വേണ്ടല്ലോ. അതിൽ കൂടുതൽ എന്താ വേണം? പിന്നല്ലാണ്ട്. ചേട്ടന് ഏതെങ്കിലും ടൈമിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കിങ്ങനെ വരണ്ടായിരുന്നു? ഞാൻ എന്നെ അറിയപ്പെടുന്നതും ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും ഇത് മാത്രം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല. ഞാൻ പ്രൗഡ്ലി ഞാൻ പറയും ഐ ആം എ ഡിസേബിൾഡ് പേഴ്സൺ. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഒരുപാട്. അത്രയേ ഉള്ളൂ. കാര്യം ആരുണ്ട്? ഒരു ബിബിൻ ജോർജ് ഉണ്ട്, ഒരു എന്നെപ്പോലുള്ളൊരു 3-4 പേര് കാണും അറിയാവുന്നവർ. ബാക്കിയുള്ളവരെല്ലാം ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ജോലി, വിഷമിച്ച് തീരുന്നവരാണ് ഒരു ലൈഫ്. അതിൽ നമ്മളിപ്പോൾ ഉള്ളവരൊന്ന് ക്രിക്കറ്റ് കളിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 3 വീഡിയോസ് ചെയ്താലോ സീരിയലിൽ അഭിനയിക്കുന്ന സിനിമ അഭിനയിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് തോന്നിയാലോ ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, കൊടുക്കാൻ പറ്റിയാൽ മതി. ആ സ്പാർക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാര്യം അതിന് തെളിവാണ് ഒരുപാട് ഡിസേബിൾഡ് പേഷ്യൻസ്. നമുക്ക് ഇങ്ങനെ ചേട്ടാ നിങ്ങളുടെ വീഡിയോസ് കാണും, നമുക്ക് പുറത്തിറങ്ങാൻ പോലും മടിയായിരുന്നു, ഇത് കാണുമ്പോഴാണ് നമുക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അതിലുപരി ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. അല്ല വേറെ ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ള ആർക്കും വേണ്ടിയിട്ട് ഇൻസ്പയർഡ് ആയാലും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ളൊരു 4-5 പേര് നമ്മളെപ്പോലുള്ള കൂട്ടത്തിൽ നിന്ന് അവർക്ക് തോന്നിയാൽ മതിയല്ലോ, കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ട് അവരെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ചേട്ടനെ കണ്ടിട്ട്, അത് മതി, കൂടുതലൊന്നും വേണ്ട. ചേട്ടാ ശരിക്കും ഇത് എങ്ങനെയാ സംഭവിച്ചത്? ജനിച്ചപ്പോഴേ ഉള്ളതാണ്. ട്രീറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല? 1.5 വയസ്സിലൊരു പിന്നെ സർജറി കഴിഞ്ഞതാണ്. ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ സർജറി 1.5 വയസ്സിൽ കഴിഞ്ഞതാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്തോ ആയിരുന്നു. അപ്പോൾ നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. പക്ഷെ അതിന് ശേഷം വന്നിട്ട് പിന്നെയും സർജറിയും കാര്യങ്ങളും ഇപ്പം ഡോക്ടേഴ്സൊക്കെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട്, ഓക്കെ ആക്കി തരാം, നമുക്ക് പറ്റുമെന്ന് വെച്ചു. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബെഡ് റെസ്റ്റ് വരും, കാര്യങ്ങൾ വരും. പിന്നെ അതല്ലാണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാൻ കമ്പി ഇടേണ്ടി വരും. ഒന്നാമത്തെ കാര്യം കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്കിപ്പോൾ എല്ലാം പറ്റുന്നൊരു എല്ലാത്തിനും പറ്റും. ക്രിക്കറ്റ് കളിക്കാം, ഓടാൻ, ചാടാൻ, എനിക്ക് എന്ത് ഡാൻസ് ചെയ്യാൻ എല്ലാം പറ്റും. ഈ കമ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഇനിയുള്ള ലൈഫിൽ ഒരു 2 ഇയർ റെസ്റ്റ്, പിന്നെ റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ ആവും. അത് ചിലപ്പോൾ ഇപ്പോൾ ഇത്രയും കാലം ഞാൻ ഇതൊരു ഭാരമായിട്ട് പോലും കണ്ടിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ അതെനിക്കൊരു ഭാരമായി തോന്നും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറയുന്നത് അല്ല, വേറെ കാരണങ്ങളൊന്നുമല്ല. ശരിയാക്കി തരാൻ നിങ്ങൾ അഹങ്കാരമാണോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കമന്റ് വരും, നോക്കും. വേറെ കാര്യം അപ്പം അതിൽ കാര്യമില്ല. ഇങ്ങനെ തന്നെ ലൈഫ് ലോങ് കാര്യം. ഇതിൽ എനിക്കതൊരു ഇതായിട്ട് തോന്നുന്നില്ല, എനിക്കതൊരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും മേ ബി അതൊരു കുറവായിരിക്കാം. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, അതായത് നമ്മൾ പലപ്പോഴും ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിലും പല സിറ്റുവേഷനിലും നമ്മൾ തന്നെ അറിയാണ്ട് മറന്നു പോകും. മനസ്സിലായി? നമ്മളൊരു ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകും. അത് കാരണം ഒരു പെൺകുട്ടിയായിട്ട് റിലേഷനായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടി ഇത് കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ പ്രശ്നമുള്ളേ, എന്നാൽ പറയാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, നല്ല കൊടീശ്വര പുത്രനാണ്, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളാണ്. പക്ഷെ തൊട്ടടുത്ത് റീസെൻ്റായിട്ട് നടന്നതാണ്. അവന് കാലിന് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇട്ടിട്ട് പോയി. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാവാം നടക്കുന്നത്? ഡിസേബിലിറ്റി തന്നെയല്ലേ റീസൺ. എല്ലാ പെൺകുട്ടികളും നോക്കുമ്പോഴും അതെ
എല്ലാരും ഒരുമിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം 99% പെൺകുട്ടികൾ നോക്കുന്നതും വെൽ സെറ്റ് ആയ ഒരു പയ്യനായിരിക്കും. അപ്പൊ ചേച്ചിയുടെ കണ്ണിൽ എന്തുകൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയില്ല? അല്ലെങ്കിൽ എനിക്കതൊരു കുറവായിട്ട് പുള്ളി എൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇത് കണ്ടിട്ടില്ല. എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയണത് എല്ലാവരും ചോദിക്കും അത് നിങ്ങൾ സെന്റിമെന്റലിൽ പിടിച്ചല്ലേ, അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു കുറവ് തോന്നിയിട്ടില്ല. നമ്മൾ നോർമലി എങ്ങനെയാ ഒരാളെ സ്നേഹിക്കുന്നു, കല്യാണം കഴിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഒരു കുറവായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നില്ല, ഇനി ലൈഫിലോ തോന്നാനും പോകുന്നില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എന്നാലും ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ. എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ചേച്ചിനെ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ചേട്ടനെ കാണുന്നത്? ആരാണ് അധികം പ്രപ്പോസ് ചെയ്തത്? എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? ഒരു മാരേജിന് വെച്ചിട്ടാണ് ശരിക്കും. പിന്നെ രണ്ടുപേരുടെ റിലേറ്റീവ്സ് ആണ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ കണ്ടു. വേറെ ലൈൻ ഉണ്ട്. ഞാൻ ആ സമയത്ത് D2 ഇല്ല, നമ്മുടെ മഴവിൽ മനസ്സിലായ D4 ഡാൻസ്. അപ്പൊ അതിന്റെ D2-ലൊക്കെ കണ്ടസ്റ്റന്റ് ആയിരുന്നു കഴിഞ്ഞു. അപ്പൊ ഡാൻസ് റിലേറ്റഡ് ഉള്ള, അപ്പൊ അങ്ങനെ ഇവളപ്പോ അത്യാവശ്യം നിങ്ങളുടെ അവിടുത്തെ ചെറിയ സ്റ്റേജ്. പിന്നെ ഡാൻസ് ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്, അങ്ങനെ നമ്മള് കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെയുള്ളൂ. അതിലങ്ങനെ റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ കുറച്ച് ദിവസം പോയി, കുറച്ച് നാൾ പോയി. ഏട്ടന്റെ ലൈനിന്റെ കഥയൊക്കെ എന്നോട് പറയും. അങ്ങനെയായിരുന്നു അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയും. അത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് അത് ബ്രേക്കപ്പ് ആയി കേട്ടോ. ബ്രേക്കപ്പ് ആയി. അങ്ങനെ കുറെ നാളിന് ശേഷമൊക്കെയാണ് പിന്നെ ഇത് പ്രപ്പോസലിനെക്കാളും ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പരം അങ്ങനെ തോന്നിയ ഒരു സംഭവമാണ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ പോയി പ്രപ്പോസ് ചെയ്ത് ഇവള് പറഞ്ഞു ഞാനൊന്നും പ്രപ്പോസ് ഒന്നും ചെയ്തൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥിതിക്ക് ലൈവായിട്ടൊരു പ്രപ്പോസൽ ആയാലോ? ഞാനൊന്നും പ്രപ്പോസ് ചെയ്തില്ല, നീ പ്രപ്പോസ് ഭയങ്കര സെറ്റപ്പായി പോവും സീൻ. ശീലമില്ല. പിന്നെ അഭിനയിക്കാം വേണമെങ്കിൽ അഭിനയിക്കാം. എങ്ങനെ നാടൻ ക്യാരക്ടർ വേണോ റിച്ച് ക്യാരക്ടർ വേണോ? എങ്ങനെയാണോ ഒരു നോർമൽ, അത് മതി. അപ്പൊ തുടങ്ങാം. ഇച്ചിരി റഫായിട്ടുള്ളൊരു പ്രപ്പോസൽ. ഞാൻ അതിനെ കുറച്ച് നാളായിട്ട് ബസ് സ്റ്റോപ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ കാണാറുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ആലോചിക്കാം. ഓക്കെ ആണോ? പ്രപ്പോസ് ചെയ്ത് ആരൊക്കെ പറയും ശരി വീഴുന്നു. ഇവിടെ നോക്കുന്നേ ധൈര്യം ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ടിരിക്കും. ആ നോട്ടത്തിൽ വീണെന്നുണ്ടെങ്കിൽ പറയണം, വീണെന്നുണ്ടെങ്കിൽ പറയാമെന്നും ഐ ലവ് യു പൂവായിട്ട് സങ്കല്പിച്ചു. ഓക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. മറ്റേ പാട്ട് കാമനോട്ടോ അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ചേട്ടന് എത്രാമത്തെ ലൈനായിരുന്നു? പറയാൻ പറ്റൂല. അല്ല ഞങ്ങൾ കൂട്ടാ കാലും കൈയും ഒക്കെ എടുത്ത് കൂട്ടേണ്ടി. ഇല്ലടാ അങ്ങനെ എത്രാമത്തേന്നൊന്നുമില്ല ആ സമയത്ത്. ഇല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ +2 വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ഇൻസിഡന്റ് ഇല്ല. അതിന് ശേഷം പിന്നെ ഈ പറയുന്ന പോലെ സീരിയസ് റിലേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ചുമ്മാ ക്രഷടി, കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റിലേഷനും ഉണ്ടായിരുന്നുള്ള കാര്യം പറയാൻ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ പറയുന്ന ഇഷ്യൂസ് പല രീതിയിൽ നമ്മുടെ നേരെ വന്നു. ചിലരുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവായി പോയവരുണ്ട്. കാര്യം നമ്മൾ തന്നെ മനസ്സിലാക്കി അവർക്ക് ജീവിതവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ പോകേണ്ട ലൈഫും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവായി പോയതുകൊണ്ട് പിന്നെ വരാനുള്ള വഴി പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പെരുമാറണം. ഇതൊന്ന് കഴിഞ്ഞോട്ടോ. അപ്പൊ ശരിക്കും എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 6 years. അപ്പൊ ഞാൻ ഒരുപാട് കമന്റ്സിൽ കണ്ട കാര്യമാണ്, നിങ്ങൾ റിയാക്ട് ചെയ്ത ഒരു കാര്യമാണ്,
ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളായില്ല? ചേച്ചിയുടെ പ്രശ്നമാണോ, ചേട്ടന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, സൗന്ദര്യം പോകും എന്ന് വിചാരിച്ചിട്ടാണോ ആവാത്തത് എന്നുള്ള ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പം അതിനെതിരെ അതിനൊരു മറുപടി ആയിട്ട് എന്താ പറയുന്നത്? ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് കുറേ കാലമായിട്ട് പ്രതികരിക്കാതിരുന്നതാണ്. ഈ ഒരു കാണുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ് പേഴ്സണലി നമ്മളെ വിഷമിപ്പിക്കണം എന്ന രീതിയിൽ. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എടുത്തൊരു ഡിസിഷനാണ്. കുറേ നാളത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടെന്നുള്ളത്. കാര്യം ഞങ്ങൾക്ക് ജനിച്ച കാലം മുതൽ വീടില്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ഇല്ല, അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. എനിക്കിപ്പോഴും എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് കിടപ്പുണ്ട്. ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് നമ്മൾ ഇത് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ ആ വീടൊക്കെ. അല്ലാത്ത പക്ഷേ ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. ഇവളും എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ലേ ഇപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് വീടൊക്കെ വെച്ചത്. അപ്പം ഈ ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് നമ്മൾ ജനിച്ചു വീണ സിറ്റുവേഷൻസിലാവരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റിൽ എവിടെയാണ് തെറ്റ്? ഒരിക്കലും അതൊരു തെറ്റല്ല. അപ്പം ചിലപ്പോൾ പറയുമായിരിക്കും പിന്നെ ദൈവം തരുന്നതല്ലേ, ദൈവം കൊണ്ട് തരും. ഞാൻ ഈ കോൺസെപ്റ്റിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തീരെ വിശ്വസിക്കാത്ത ഒരാളാണ്. 0% വിശ്വാസം. ഇവള് 100-ന് മേളിലും വിശ്വാസിയാണ്. അപ്പം ഞാനും ഇവളും തമ്മിൽ അപ്പം തന്നെ മനസ്സിലായില്ല. ഈ ഒരു കോൺസെപ്റ്റിൽ ഞങ്ങൾ സംസാരിക്കാറ് പോലുമില്ല. ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല കാര്യങ്ങളിലും ഞാനത് ഇപ്പോഴത്തെ ഇവളുമായിട്ട് എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത. ഞാൻ പോകാറുണ്ട്, പക്ഷെ അല്ലാത്ത പക്ഷം എനിക്ക് ദൈവവിശ്വാസം എന്ന് പറയുന്ന സാധനമില്ല. മനസ്സിലായില്ലേ? കുട്ടിയുടെ കാര്യം ഇതുപോലെ കുറെ കമന്റ്സ് വരും, കാര്യങ്ങൾ ദൈവം തരട്ടെ, ദൈവം തരൂല്ല നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നും. നിങ്ങളിങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുന്നോണ്ടാ, നിന്റെ ചാട്ടം കൊണ്ടാ, പിന്നെ നിന്റെ ഗ്ലാമർ പോകുന്നു വെച്ചിട്ടാണോ നീ കുറിച്ച് ചിന്തിക്കാത്ത, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഒരു പെണ്ണെന്ന സ്ഥിതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അത് നമ്മൾ പ്രതികരിച്ചതിന് ശേഷവും പിന്നെയും നമ്മൾ കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പത്തെ ഇത് വീഡിയോസ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ഗതി കെട്ടിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പൊ അത് നോക്കിയപ്പോൾ അതിന്റെ താഴെ കമന്റ് വരുന്നു, പേടിക്കണ്ട നിങ്ങൾക്ക് ഉടനെ. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ല, ഞങ്ങൾക്കൊരു അത് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്നത് പോലെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു വേണമെന്ന് തോന്നി തുടങ്ങിയ സമയമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ലാണ്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കമൻസ് ഇടുന്നവർക്കോ അതിനെക്കുറിച്ച് ബോധമിടാവേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രം ഡിസിഷനാണ്. ഇതിൽ ഞങ്ങൾക്ക് ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ചുരുക്കം 3-4 പേരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ആക്ച്വലി അവർ പറയുന്നത് എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈം നമ്മളിപ്പോൾ 6 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീടുണ്ടായിരുന്ന കപ്പിൾസിനൊക്കെ അങ്ങനെയൊക്കെ പറയാം. അതെന്താ അവർക്കൊക്കെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ചേട്ടനാണോ പ്രശ്നം, ചേച്ചിക്കാണോ പ്രശ്നം? നാട്ടുകാർക്ക് ഇതൊക്കെയാണ് അറിയേണ്ടത്. ആർക്ക് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ചേട്ടന് പ്രശ്നം കാണും, ചിലപ്പോൾ ചേച്ചിക്ക് പ്രശ്നം കാണും. ഇതിന് നാട്ടുകാർക്ക് എന്താ ഇഷ്യൂ? ഞങ്ങളുടേതായിട്ടുള്ള മാത്രം ലൈഫ്. എന്നിട്ട് വന്നിട്ട് താഴെ കുറെ കമന്റ്സ്, പിന്നെ ഡോക്ടറിന്റെ നമ്പർ വേണോ, ഇപ്പോഴും പർപ്പസ്ഫുള്ളി നമ്മളെ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി വന്നിട്ട് എനിക്കൊരു ഡോക്ടറിനെ അറിയാം, അത് സ്നേഹം കൊണ്ട് പറയണല്ല, നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കാ പ്രശ്നമെന്ന് പറ, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡോക്ടറിനെ പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നത് ഇപ്പോൾ 6 വർഷമായി ദൈവം തരുന്നതാണ് ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ആയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താ ചേച്ചിക്ക് ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവം തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തരുന്നില്ല. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അതിൻ്റെതായിട്ടുള്ള സമയത്ത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ദൈവം പാതിന്നാണ്. എപ്പോഴും നമ്മൾ ദൈവം തരുമെന്ന് പറഞ്ഞിരുന്ന ഒന്നും നമുക്ക് എല്ലാം കിട്ടൂല. പകുതി നമ്മൾ എഫേർട്ട് കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ള കാര്യം പറയാം, ഈ ദൈവവിശ്വാസി അല്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ദൈവവിശ്വാസത്തിൽ കയറിയിട്ട് ഞാൻ കിടന്ന് അതങ്ങനെ ആവരുത്, അതങ്ങനെ അല്ല എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ വിശ്വാസത്തിൽ എന്നെ കയറി ചൊറിയാനും വരരുത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് താഴെ വന്ന് കമന്റ് ചെയ്യുന്നു നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനമുള്ളതായിരിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഞാൻ കയറി അങ്ങനെ അതിന് ഉദാഹരണമാണ് ഞാനും ഇവളും കട്ട വിശ്വാസിയാണ്. പക്ഷെ ഞാൻ ഇവളുടെ വിശ്വാസങ്ങളിൽ കയറി ഞാൻ എതിര് നിൽക്കാറില്ല. അവൾ അമ്പലത്തിൽ പോകണമെങ്കിൽ അവളുടെ കൂടെ പോകാറുണ്ട്, അതിനകത്ത് കയറാറുണ്ട്, എല്ലായിടത്തും. പക്ഷേ എനിക്ക് തീരെ വിശ്വാസമില്ല. ഞാൻ ചോദിക്കുന്നതും പറയുന്നതും ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വയനാട് ഈ ദുരന്തം നടന്നു, ഇത്രയും വലിയ ഇഷ്യൂസ് നടന്നു, ഏത് ദൈവം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുട്ടികൾ, ജാനിയുടെ പ്രായമുള്ള, ജാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോള്, അവളുടെ പ്രായമുള്ള എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു.
ഈ ഡൽഹിയിൽ റേപ്പ് കേസ് നടന്നു. ഒരു എന്തിനു പറയുന്നത്, ഇതൊന്നുമല്ല, എൻ്റെ മുമ്പിലുള്ള ഒരൊറ്റ ഇൻസിഡൻറ്റ്, ഒരു ബജ്വ എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ്. ബജ്വ ബലാത്സംഗം എന്ന് പറഞ്ഞൊരു 9 വയസ്സുള്ള ഒരു കുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ട് അതിനകത്തുള്ള ഒരു പോലീസുകാരനും ഒരു പൂജാരി, ഇവന്മാരെല്ലാം കൂടെ 9 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടിയെ പീഡിപ്പിച്ചു വന്നു. എന്താ മുസ്ലിം ആയതുകൊണ്ടാണോ ഈ പറഞ്ഞ ഈ ദൈവം ഇറങ്ങി വന്ന് രക്ഷിക്കാത്തത്? എന്താ, ഇതൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഷെഫിയാണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് നിരീശ്വരവാദികൾ അല്ല വിശ്വാസികൾ വന്ന് കമൻറ്റ് ചെയ്യും. എനിക്കത് ബോധേടല്ല. ഞാൻ എൻ്റെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കമന്റ്സ് ഇടുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇനി ഇടുക, അത്രേ ഉള്ളൂ. നമുക്കത് ഒരു ഇതില്ല. നേരത്തെയൊക്കെ ഒരു സമയത്ത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം, ഞാൻ പറഞ്ഞില്ലേ ആ ഫോൺ പ്രാങ്കിൻ്റെ ഇഷ്യൂ, ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൂയിസൈഡിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ പറഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് പിന്നെ ഞാൻ പറയുന്നില്ല. അങ്ങനെ വരെ ചിന്തിച്ച വ്യക്തികളാണ് ഞങ്ങൾ. കാര്യം ഇതുവരെ ഞങ്ങൾക്ക് നേരിടാത്തത് തരത്തിലുള്ള ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ മറ്റേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ വോയിസ് ചാറ്റ് വെച്ച് സംസാരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, എന്തോ എനിക്കറിയില്ല, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് സെലിബ്രിറ്റീസിൻ്റെ ഒരു കൂട്ടായ്മയിൽ പോലും ഞങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ നടന്നു. ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതാണ്. പിന്നെ ഒരുപാട് പേര് സന്തോഷിച്ചു. കൂടെ നമുക്ക് നിന്നിട്ട് ഒരുപാട് പേരെ തിരിച്ചറിയാൻ പറ്റി. കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇട്ടിട്ട് പോയി. പക്ഷെ തിരിച്ചു വന്നുമല്ല. ഇപ്പോൾ തിരിച്ചു നമ്മൾ ആക്ടിങ് ഫീൽഡിലോട്ട് കയറിയപ്പോഴും ആൻഡ് നമ്മൾ വീണ്ടും ഇതിലൊക്കെ വന്നപ്പോഴും അവരൊക്കെ തിരിച്ചു വന്നു. പക്ഷെ നമ്മളാരെയും, കാരണം അപ്പോൾ നമ്മൾ വിട്ടിട്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാവും. കാര്യം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് ഇതല്ലേ കാര്യം, അതൊരു നെഗറ്റീവ് അല്ലേ. ഒരു നെഗറ്റീവ് കപ്പിൾസിൻ്റെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് ആവും. പോസിറ്റിവിറ്റിയുടെ കൂടെ എപ്പോഴും നിൽക്കുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങളും അങ്ങനെ ചെയ്യുക. അതെനിക്ക് ഒരുപാട് മനസ്സിലായ കാര്യം. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാവും ആരൊക്കെ കൂടെ കാണും, ആരൊക്കെ കൂടെ കാണില്ല എന്നൊക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഇതില് ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഉണ്ടായിരുന്നില്ല ഫ്രണ്ട് സർക്കിൾ ഇല്ല. ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഇല്ലാത്തൊരു സാധനം അതേ ഉള്ളൂ. എൻ്റെ ക്യാരക്ടർ എന്തുകൊണ്ടോ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടത്തില്ല. 1, 2, 3 പേര് ചുരുക്കം. എൻ്റെ ലൈഫിൽ ഇത്രയും കാലമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് അതത്രേ ഉള്ളൂ. അപ്പൊ ഈ പുതിയ വീഡിയോസില് അച്ഛൻ, അമ്മ, നാത്തൂൻ, ഒരു കുഞ്ഞ്, ഇപ്പൊ ആൾക്കാർ കൂടി വരുവാണ്. അഭിനയിപ്പിച്ച് സെറ്റാക്കി ഇപ്പൊ കുടുംബം മുഴുവൻ അങ്ങ് അഭിനയിക്കാൻ ഇറങ്ങി. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, വിളിച്ചോട്ടെ, ജാനകി. പിന്നെന്താ, അവളാണ് മെയിൻ. ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് പറയാണ് ആർട്ടിസ്റ്റ് ആണ്. അവള് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വീഡിയോയുടെ മെയിൻ ആർട്ടിസ്റ്റ് ആണ്, ലീഡിങ്. നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. ജാനകി മാഡം ജാനകി മെയിൻ ആണെന്ന് കേട്ടല്ലോ. ടിവിയിലൊക്കെ വരാനുള്ളതാ പറഞ്ഞു. ടിവിയിലൊക്കെ വരും. പേര് പറ. മെയിൻ ആണോ ജാനകി? കാലത്തിലെ ജാനകിയാണോ? ചേച്ചി പേരെന്താ? ചോര് ചേച്ചിയുടെ പേര് ആമിന. പറയ്, അങ്ങനെ അഭിനയിക്കുന്നേ? പക്ഷെ ഇങ്ങനെയല്ലോ ഞാൻ വീഡിയോ കണ്ട. ഞാൻ ഈ കുട്ടിയല്ലേ എടുക്കാൻ വന്നത്. ഈ ടിവിയിൽ വരാനുള്ളതാണ് ഇത്. പറ ചേച്ചി, ചോദിക്കുന്നതിനൊക്കെ പറ. ചേട്ടനാണോ പറഞ്ഞിരുന്നത് അഭിനയിക്കാൻ? ചേച്ചിയാണോ? ആരാ പറഞ്ഞിരുന്നത് അഭിനയിക്കാൻ? ചേട്ടനാണോ പറഞ്ഞിരുന്നേ? മെയിൻ ആണെന്നല്ലോ കേട്ടത്. മെയിൻ ആണോ? ഞാനാണോ നടിയെന്ന് ചോദിക്കും ചെയ്യുന്ന ടൈമിൽ. ഒരു ദിവസം പിച്ചക്കാരിയുടെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സംഭവം. അപ്പോൾ പിച്ചക്കാരിയുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് മോളെ പിച്ചക്കാരിയുടെ റോളാ, മോള് ഞാനങ്ങ് അഭിനയിക്കത്തില്ല, പിച്ചക്കാരിയുടെ റോളൊന്നും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് മോളാ ലീഡിങ്, മോളാ പിച്ചക്കാരി, മെയിൻ ക്യാരക്ടർ. അപ്പൊ പറഞ്ഞു എന്നാലും ഇങ്ങനെ അതൊന്നും എനിക്ക് പറ്റൂലത്, എനിക്ക് അഭിനയിക്കാൻ പറ്റൂല. പിന്നെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഇന്റർവ്യൂ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരുവിധം സെറ്റ് ചെയ്തു. ആണോ? വന്നപ്പോ പറഞ്ഞു ഇന്റർവ്യൂല് കയറണമെങ്കിൽ പാട്ട് പാടിത്തരാം. പാട്ട് പാടിക്കും. മെയിൻ നടിയാണ്, നടുക്കിരിക്കുന്നത്. ചെറുതാണെന്നൊന്നും വിചാരിക്കണ്ട. അഭിനയം അടുത്ത സിനിമയിലെ നായികയാണല്ലേ? പിന്നല്ല, ക്രിക്കറ്റ് ഒക്കെ കളിക്കും. പിന്നെ ബോളറാണോ? അതും അബിയാണോ പഠിപ്പിച്ചെന്നേ? ആണോ? അബിയെ പോലൊന്നും കളിക്കല്ലേ. അബി സൂപ്പറായിട്ട് കളിക്കുമെന്ന് പറ. ചേച്ചിക്ക് കളി അറിയാവുന്ന അബീനെയാണോ ഇഷ്ടം? ശ്രീയാണോ ഇഷ്ടം? ശ്രീയപ്പയാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടമാണോ? എന്നാലും ഏറ്റവും കൂടുതൽ രാജേട്ട് പറഞ്ഞാൽ മതി.
രഹസ്യം പറ ഉറക്കെ. ഇത് കഴിയുമ്പോ ഞാൻ വഴക്ക് പറയും. അതിന് പേടിയാണോ? പേടിയൊന്നും അല്ല, ഒരു ഉണ്ടെന്ന് തല കൊച്ചിനെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണല്ലേ. ആകെപ്പാടെ ഇച്ചിരി പേടിയുള്ള എന്നെ മാത്രമേ ഉള്ളൂ. അതില്ലാതാക്കാൻ അതിനെ ബാലവേല അതിനെ പേടിപ്പിച്ച് അഭിനയിപ്പിക്കുന്നേ. ശരിയാ, പഠിക്കത്തുമില്ല. ഇത് മാത്രമേ ഉള്ളൂ, വീഡിയോ എടുപ്പ് മാത്രം. എല്ലാവരും കൊഞ്ചിച്ചൊക്കെ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ എല്ലാവരും കൊഞ്ചിച്ചൊക്കെ വെക്കുന്നോണ്ട് ഒരു പേടി എപ്പോഴും ആണല്ലോ ഒരാളിലെങ്കിലും. അങ്ങനെ ഏട്ടൻ പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരിത്. മോള് പറ, ആക്റ്റീവായിട്ട് സംസാരിക്കും. ഭയങ്കരമായിട്ട് പാടും, അഭിനയിക്കും, ക്രിക്കറ്റ് കളിക്കും. ജാനകിയുടെ പാട്ട് കേൾക്കാണ് പാട്ട് പാടിക്കും. ഉറക്കെ പാടണേ, ഉറക്കെ പാടും. ജാനകിയുടെ പാട്ടാണ്. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അങ്ങുവാന സോനയില് പാടിക്കോളൂ, അതല്ലേ മോക്ക് അറിയാവുന്ന. പാടിക്കോ പാടിക്കോ, ഉറക്കെ പാടണേ. ഉറക്കെ പാടും. ഓ, കുഴപ്പമില്ല, എനിക്കും പ്രശ്നമാണ്. നമുക്ക് സെയിം പിച്ച് നീ പഠിക്കും. നേരെ ആക്കിയിട്ട് പാടിക്കും. നല്ലപോലെ പാട് കേട്ടോ. ചോണയില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോരക്കണ്ണുള്ളിൽ ഇങ്ങു നീല തുതി നല്ലപോലെ പാടിക്കൊണ്ടിരുന്ന പോട്ട് കേട്ടോ. വയ്യ, പനിയാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ആക്റ്റീവ് അല്ലാതിരിക്കണം. പനി ആയോണ്ടാണോ ജാനകി? ആണോ? ഇല്ലായിരുന്നെങ്കിൽ ഇന്റർവ്യൂ സാധാരണ ഇങ്ങനല്ല, ആളെ ആക്റ്റീവ് ആണ്. സ്കൂളിൽ പോവാതെ പനി ആയതുകൊണ്ട് വീട്ടിൽ നിർത്തിയതാ. കളോട് ചെയ്യുന്നല്ലേ സ്കൂളിൽ പോവാതെ. അപ്പോൾ ചേട്ടൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് കേട്ടൊരു കാര്യമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ്. അപ്പോൾ പണ്ട് മുതലേ ക്രിക്കറ്റിനോട് എന്തോ ആരാധന അല്ലെങ്കിൽ ഇഷ്ടം, ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. അപ്പം എങ്ങനെ ഇതിനോട് അത്രയും ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം? ചെറിയ കാലം മുതൽ തന്നെ വീടിൻ്റെ അടുത്ത് ഗ്രൗണ്ടുണ്ട്, ഒരു ചെറിയ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കളിക്കുന്നത്. അപ്പോൾ ആ സമയം മുതൽ പിന്നെ വീട്ടിൽ സ്ഥിരം ക്രിക്കറ്റ് ഇടുമായിരുന്നു. വീട്ടിലെല്ലാവരും പണ്ട് മുതലേ ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ്. എല്ലാ അമ്മാവനാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സ്ഥിരം ക്രിക്കറ്റ് കാണുന്നതാണ്. അപ്പോൾ ഇതിന് കണ്ട് ഇതിനോട് എന്തൊക്കെയോ, പണ്ടത്തെ ഓസ്ട്രേലിയൻ ടീമുണ്ട് നമ്മുടെ ആദം ഗിൽക്രിസ്റ്റ്, വെക്കി പോണ്ടിങ് ഒക്കെ. അപ്പോൾ ഇന്ത്യ ആയിട്ട് കളിച്ചാൽ പോലും ഓസ്ട്രേലിയ ജയിക്കണമെന്ന് എനിക്ക് അത്രയ്ക്ക് അല്ല, ക്രിക്കറ്റ് റിലേറ്റഡ് ഒന്നുമില്ല. കാര്യം നല്ലൊരു സ്പോർട്സ്മാന് മാത്രമേ അത് പറ്റുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ ഇന്നലെ ഞാനൊരു ഏതോ ഒരു വലിയ മന്ത്രി, പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞൊക്കെ നിൽക്കുന്ന പുള്ളിയാണ്. പുള്ളി വന്നിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ, ഇന്ത്യ ആയിരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൈയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായിട്ടുള്ളൊരിത്. എന്ത് പാകിസ്ഥാൻ, എന്ത് ഇന്ത്യ, ക്രിക്കറ്റ് ഈസ് ക്രിക്കറ്റ്. അതൊരു വികാരം, അതിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവും. പാകിസ്ഥാനിലുള്ള ശുഭൈബ് അക്തർ നല്ല ബോളറാണ് എന്നുണ്ടെങ്കിൽ, സച്ചിനെതിരെ വരുവാണെങ്കിൽ അയാൾ നല്ല ബോളർ ആയതുകൊണ്ടാണ് അറിയുന്നത്. അയാളെ ഇത്രയും പേര് ആരാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഗുഡ് ബോളറാണ്. അയാളുടെ ആ ഒരു ഇതുവരെ ലോക ക്രിക്കറ്റിൽ അയാളുടെ സ്പീഡ് വേരിയേഷൻ ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ ഒരു ബോളർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അയാളെ അക്സെപ്റ്റ് ചെയ്യുക, അയാൾ നല്ലൊരു ബോളറാണ്. പക്ഷേ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അതിനേക്കാൾ ഉപരി മുകളിലുള്ള ബാറ്റ്സ്മാൻ ആയതുകൊണ്ടാണ് അയാൾ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അത് നല്ല ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ അംഗീകരിക്കുക, നല്ല ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യത്തെ അംഗീകരിക്കുക. കളിക്കുന്ന ടീമേ ജയിക്കുകയുള്ളൂ. അതിൽ പാകിസ്ഥാനും ഇല്ല, ഇന്ത്യയും ഇല്ല. മനസ്സിലായില്ല? പിന്നെ ഞാൻ ഇതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇത്രയൊക്കെ ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നതൊക്കെ പറഞ്ഞാൽ അങ്ങ് നീണ്ടു പോകും. ഇപ്പോഴാണെങ്കിലും നമ്മൾ സീരിയൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഓടും ക്രിക്കറ്റ്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ ഞാൻ കളിക്കുമ്പോൾ ഞാൻ ഒരു ഫാസ്റ്റ് ബോളറാണ്. ഇപ്പോഴും ഫാസ്റ്റ് ബോളിങ് തന്നെയാണ് ചെയ്യുന്നത്. എവിടെ കളിക്കാൻ പോയാലും എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സൺ ആണെന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. കാര്യം വയ്യാത്ത കൊണ്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് എൻ്റെ നാട്ടിലും എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള എൻ്റെ ടീംമേറ്റ്സ് ഒരിക്കൽ പോലും എനിക്ക് വയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. എവിടെ കളിക്കാൻ പോയാലും ഫസ്റ്റ് ഓപ്പണിംഗ് ബോളർ ഞാൻ തന്നെയായിരിക്കും ടീമിലെ മെയിൻ ബോളർ എന്നുള്ള രീതിയിലാണ് എന്നെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊരു കുറവായിട്ടോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇതൊരു തടസ്സമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു ബ്ലഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഫാമിലിയും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി. എന്തുകൊണ്ട് ഒരു ടീമിൽ കളിക്കാൻ കയറുന്നില്ല? മീൻസ് ഇന്ത്യൻ ടീമിലായാലും ഇന്ത്യൻ ടീമിൽ ഡിസേബിലിറ്റി ടീമും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം ഞാൻ കളിക്കുന്നത്, എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഡിസേബിൾഡ് ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ എന്നെ കുറേ നാൾ കൊണ്ട് നമ്മൾ ട്രിവാൻഡ്രം ടീമിലാണ് ഞാൻ കളിക്കുന്നത്. എനിക്കൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം, എൻ്റെ കൂടെ കളിക്കുന്നവർക്ക് ഞാൻ കാരണം ഒരു ഇഞ്ചറിയോ കാര്യങ്ങളോ, കാര്യം ഞാൻ കളിക്കുന്നതെല്ലാം പുറത്തുള്ള നോർമൽ പ്ലേയേഴ്സുമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഒരു ഇഞ്ചറിയോ കാര്യങ്ങളോ അവർക്കുണ്ടാവുന്നു. അങ്ങനെയാണ് ഞാൻ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞ് ട്രിവാൻഡ്രത്തുള്ള
ഒരു രാഹുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി കളിക്കുന്നതാണ്, ട്രിവാൻഡ്രം ടീമിന് വേണ്ടി കളിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറയും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ലീഗ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ നടക്കുന്നത്, ഡിസേബിൾഡ് പേഴ്സൺസിനെ വെച്ചിട്ട്. അതിൽ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുമല്ല എന്നുള്ളത്. കാര്യം ഇങ്ങനെ ഒരു ഡിസേബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. ഡിസേബിൾഡ് പേഴ്സൺസിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. കാര്യം നമ്മളൊക്കെ എറിയുന്ന ബോളൊക്കെ അതേ സ്പിരിറ്റിൽ തന്നെ കണക്ട് ചെയ്ത് കളിക്കുന്ന എത്രയോ ഡിസേബിൾഡ്, ഒരു കൈയില്ലാത്ത എത്രയോ പ്ലെയേഴ്സ്, നമ്മുടെ അത്രയും ഫാസ്റ്റ് ബോളിനെ വരെ പിക്ക് ചെയ്യുന്ന, ഒറ്റ കൈ കൊണ്ട് പിക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം നമ്മളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത അവരുടെയൊക്കെ മുമ്പിൽ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭയങ്കര സ്പിരിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇനി കേരള ടീമിലും അങ്ങനെയൊക്കെ കളിച്ച് എത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നോക്കാം ഇനിയിപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കട്ടെ അല്ലേ. അതും അച്ചീവ്മെൻ്റ് ആയിട്ട് കിടന്നോട്ടെ, പിന്നല്ല നെഗറ്റീവ് ചെയ്യുന്നു കാണിക്കുന്നവർക്ക്. ശരിയാ. അപ്പം ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഡാൻസറൊക്കെ അല്ലേ, ഡാൻസ് പഠിപ്പിച്ച് തരാമെന്ന് ഇതൊക്കെ പറഞ്ഞായിരുന്നു. കണ്ടംപററി നോക്കാം, ചെറിയൊരു 3-4 സ്റ്റെപ്പ് ഇട്ട്. അപ്പോൾ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ഈ പ്രേക്ഷകരാരാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ ഡാൻസ് പഠിക്കാൻ പോവാണ്. അപ്പം ഡാൻസ് ഉറപ്പല്ലേ? കഷ്ടപ്പെടരുത്. അപ്പോൾ ഈ ഡാൻസിലൂടെ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം.